നീ ഇങ്ങനെ കുടിച്ചത് മതി, വാ. എന്റെ മകൻ രാമുവിന്റെ കല്യാണ ജോലികൾ നോക്കാനുണ്ട്. ഞങ്ങൾക്കൊക്കെ പോണം. എടാ രാം, എന്നെ പോലെ ഇരിക്കെ എന്നെ പോലെ ജീവിക്കുന്ന പറയില്ല നീ. പക്ഷേ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നടാ നീ. ലോകത്തിൽ ആരുടെ മുമ്പിലാണെങ്കിലും നീ എന്നൊരു മണ്ടനാക്കായിരുന്നു. അത് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കില്ലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ മുമ്പിൽ അച്ഛൻ എന്തിനാടാ എന്നെ എങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലില് Everything is fair in love and war. എന്തിനാടാ അബിയെ കൊല്ലാൻ ശ്രമിച്ചത്? എന്തിനാടാ അബിയെ കൊല്ലണമെന്ന് വിചാരിച്ചേ? എന്തിനാണെന്ന് പറ. കാരണം എനിക്ക് അവനെ ഇഷ്ടമല്ല, അതുകൊണ്ടാ. എനിക്ക് അവനെ ഇഷ്ടമല്ല അച്ഛാ. ചെറുപ്പം തൊട്ടേ എനിക്ക് അവനെ ഇഷ്ടമല്ല. സ്റ്റേറ്റ് ഫസ്റ്റ് വരാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതായിരുന്നു. 5 എക്സാം ഞാൻ എഴുതി. 5 എക്സാമിൽ 100ന് 100. അവൻ ഒരേ ഒരു എക്സാം മാത്രമേ അച്ഛൻ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. 34 മാർക്ക്. സ്റ്റേറ്റ് റാങ്ക് എടുക്കേണ്ട എന്നെ സെപ്റ്റംബർ നോട്ടീസ് ബോർഡിൽ വരുത്തിപ്പിച്ചു. അറ്റ്ലീസ്റ്റ് +2 ടോപ്പ് 10 റാങ്ക്സിൽ ഞാനൊരു റാങ്ക് എടുക്കണമെന്ന് ആഗ്രഹിച്ച് പഠിച്ചു. പക്ഷെ എനിക്ക് കിട്ടിയ റാങ്ക് എന്താണെന്ന് അറിയാം അച്ഛന്. 3338ാമത്തെ റാങ്ക് അച്ഛൻ. എനിക്ക് ഭയങ്കര കരച്ചിൽ വരും അച്ഛൻ. എന്റെ കഷ്ടം ഞാൻ ആരോടാ ചെന്ന് പറയാൻ? അവൻ എൻ്റെ ലൈഫിൽ വരാൻ പാടില്ലെന്ന് എത്ര വർഷം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് അച്ഛൻ അറിയോ? എല്ലാ ശനിയാഴ്ചയും ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കാൻ തോന്നും. അവൻ പെണ്ണുങ്ങളുടെ കൂടെ എന്നെ പബ്ബിലേക്ക് കൊണ്ടുപോകും. വെള്ളം അടിക്കുന്നവരെയും സിഗരറ്റ് വലിക്കുന്നവരെയും കണ്ട എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ചെകിട്ടത്തിട്ട് കൊടുക്കാനേ തോന്നുള്ളൂ. പക്ഷെ ദിവസവും എന്നെ ആ ജോലി ചെയ്യിപ്പിച്ചു വച്ചാ അവസാനം അച്ഛനെ കൂടെ കൂട്ടി. ഒരച്ഛനോട് ഞാനിത് പറയാൻ പാടില്ല. ബ്രോത്തൽ ഹൗസിൽ എന്നെ വിളിച്ചോണ്ടോ അച്ഛ. അവൻ ബ്രോത്തൽ ഹൗസിൽ ഫോക്സ് ലിസ്റ്റിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ മരിച്ചുപോയ വെറും മനുഷ്യനല്ലാതെ ഒരു ബിസിനസ് മാനായിട്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ചു. 100 പേർക്ക് ഞാൻ ജോലി കൊടുക്കണം. എൻ്റെ കമ്പനി ഷെയർ വാങ്ങിക്കാൻ ലോകത്തിൽ എത്രയോ പേര് കാത്തിരിക്കണമെന്ന് ഞാൻ കുറേ സ്വപ്നങ്ങൾ കണ്ടു. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. ആരും ഒരുത്തൻ്റെ കമ്പനി ഷെയർ വാങ്ങിക്കി ആ ഷെയർ വിറ്റേക്കെന്ന് പറയുന്ന ഷെയർ ബ്രോക്കറായിട്ട് അച്ഛൻ ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഷെയർ ബ്രോക്കർ. ദൈവം എല്ലാവരുടെ തലയെഴുത്ത് ഇവിടെയാണ് എഴുതി വെച്ചിട്ടുണ്ടാവുക. എൻ്റെ തലയെഴുത്ത് കണ്ടില്ലേ അച്ഛ? ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരേ ഒരു റീസൺ പറയച്ച. അബിയെ ഞാൻ രക്ഷിക്കാം. അവൻ എന്റെ വൈറസ് ആണച്ചാ. 25 വർഷമായിട്ട് ഞാൻ ചുമന്നുകൊണ്ടിരിക്കുന്ന എക്സ്ട്രാ ലഗേജ് അവൻ സ്ക്രാപ്പ് ആണച്ചാ. അവൻ ചാവുന്നതാണ് കറക്റ്റ്. തെറ്റാണ് അച്ഛൻ ചെയ്തത്. വലിയ തെറ്റാണ് ചെയ്തത്. ചെറുപ്പത്തിൽ തന്നെ ഞാനാണോ അവനാണോ എന്ന് അപ്പൊ തന്നെ അച്ഛൻ തീരുമാനിക്കേണ്ടതായിരുന്നു. രണ്ടുപേരും ഒന്നാന്നും പറഞ്ഞ് വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇനി അച്ഛനാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ വേണോ അഭി വേണോ? ഞാൻ ജീവനോടുണ്ടാവണോ അഭി ജീവനോടുണ്ടാവണോ? അച്ഛൻ എന്തു പറഞ്ഞാലും
എത്ര പ്രാവശ്യം പറഞ്ഞാലും അഭിയും രാമും ഒരിക്കലും ഒന്നു ചേരില്ല. അവൻ വേറെ അച്ഛാ, ഞാൻ വേറെ അച്ഛാ. ഞങ്ങൾ ഒരു കാലത്തും അഭിരാമായിട്ട് ഒന്നു ചേരുന്നത് നടക്കാത്ത കാര്യമാണ്. നിങ്ങൾ തന്നെ തീരുമാനിക്കുക.